ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബൈ മല്ലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിൽ, അതായത് നമ്മുടെ UK അല്ലെങ്കിൽ അയർലൻഡിലുള്ള നമ്മുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ള നമ്മുടെ എൻറ്റയർ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒന്നും മിസ് ആകാതെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് മാക്സിമം ഓഫ് വിത്തിൻ 6 മന്തിനുള്ളിൽ എങ്ങനെ നമ്മുടെ എൻറ്റയർ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ടെക് ബൈ മല്ലി ഫാമിലിയുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്, അതായത് നമ്മുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഫ്രം UK അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ എനി ഓഫ് ദി യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് റഫ്ലി ഈ പ്രോസസ്സിങ് എൻറ്റയർ പ്രോസസ്സിങ് ഒരു 6 മന്ത് ആയിട്ട് നമുക്ക് എടുക്കാം. 6 മന്തിനുള്ളിൽ അത് മാക്സിമം നമുക്ക് ഫിനിഷ് ആക്കാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ പ്രോസസ്സിങ് നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ CGFNS ആണ്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ വൺസ് നമ്മുടെ CGFNSന്റെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് സ്റ്റേജ് ന്യൂസിലാൻഡ് കൗൺസിലിലേക്കാണ് അത് പോവുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേർഡ് സ്റ്റേജ് ആണ് നമ്മൾ APHRAയിലേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് എൻറ്റയർലി ഈ പ്രോസസ്സിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള 3 സ്റ്റെപ്പ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പിനിടയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മറക്കാതെ അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടിപ്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനോട് കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് പോയി വാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ അതിനെയൊക്കെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ CGFNS ആണ്. CGFNS നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ വേവിയറിന് റിക്വസ്റ്റ് ചെയ്യുക. വേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ OET അല്ലെങ്കിൽ IELTS സ്കോർ നമ്മൾ റിപ്പീറ്റ് വീണ്ടും എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേവിയറിന് റിക്വസ്റ്റ് ചെയ്യും. സോ നമുക്ക് വേവിയർ ആണ് ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വൺസ് നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോംസ് ഡൗൺലോഡ് ചെയ്യണം. ഫോംസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ പഠിച്ച കോളേജിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് കൗൺസിലുകളിലേക്ക്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അയക്കേണ്ട ഫോംസ്, റെഫറൻസ് ഫോംസ് എന്നൊക്കെ പറയും. അതുപോലത്തെ ഫോംസുകളാണ് ചെയ്തവർക്കറിയാം. സോ ആ ഫോംസ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതായത് കൺസേൺഡ് അതോറിറ്റിക്ക് അയച്ചു കൊടുത്ത് മേക്ക് ഷുവർ ചെയ്യുക അവരത് അവിടെ നിന്ന് സെൻഡ് ചെയ്തു എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റൽ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സൈൻ ഇട്ടിട്ട് പോസ്റ്റൽ സർവീസിലൂടെയായിരുന്നു ഇത് അതായത് അതോറിറ്റിയിലേക്ക് അയച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്കൽ സൈനിൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആ കോവിഡിന്റെ ടൈമൊക്കെ ആയപ്പോഴാണ് ഈ കൂടുതൽ ഇലക്ട്രോണിക്കൽ സൈനിന് കൂടുതൽ ഇത് മുന്നോട്ടേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മേക്ക് ഷുവർ ചെയ്ത് അവരോട് ഇമെയിൽ അയച്ച് ചോദിക്കാം, ഞങ്ങൾ ഈ സൈൻ ഇട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ. ഞാനൊക്കെ ഇലക്ട്രോണിക് സൈൻ ഇട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ അവരോട് ചോദിച്ച് കൺഫേം ചെയ്തു. കാരണം ആ സമയത്ത് ഞാൻ ചെയ്ത സമയത്ത് കോവിഡിന് നല്ല പാൻഡമിക്കിന് നല്ലൊരു ടൈമായിരുന്നു. അപ്പം ഈ കൊറിയർ സർവീസ് ഒക്കെ ഡിലേ ആയിരുന്നു. അപ്പം ഇപ്പം നമ്മളല്ലാതെ സൈൻ ഇട്ടിട്ട് നമ്മുടെ കർണാടക രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓരോ കോളേജുകളിലേക്കൊക്കെ അയക്കുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ 1-2 മാസം എടുക്കും. പിന്നെ അവിടെ നിന്ന് അവരത് കംപ്ലീറ്റ് ആക്കി നമ്മുടെ ന്യൂസിലാൻഡ് കൗൺസിലേക്ക് അല്ലെങ്കിൽ CGFNSലേക്ക് അയക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ടൈം ഒന്നുകൂടെ കൂടും. അപ്പോൾ ഞാൻ അവരോട് അങ്ങനെ ചോദിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ഓൾറെഡി. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്തിട്ട് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൈൻ ഇട്ടിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊറിയർ സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ ദയവായിട്ട് നിങ്ങൾ ഇന്റർനാഷണലി ഉള്ള കൊറിയർ സർവീസ്, അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസ് സെലക്ട് ചെയ്യുക വിത്ത് റെഫറൻസ് നമ്പർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ് അവിടെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്താൽ കിട്ടാവുന്ന ട്രാക്കിംഗ് ID കിട്ടുന്ന ഇന്റർനാഷണൽ കൊറിയർ സർവീസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ നമ്മുടെ സാധാ പോസ്റ്റ് സർവീസ് ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു ഡോക്യുമെന്റ് മിസ്സായിപ്പോയി. മിസ്സായെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാക്കിംഗ് ID ഇല്ല. അത് എവിടെ എത്തി എങ്ങനെ എത്തി എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഇന്റർനാഷണൽ സർവീസ് എടുക്കുകയാണെങ്കിൽ മാക്സിമം ഓഫ് 5 ബിസിനസ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അവിടെ എത്തും. നിങ്ങൾക്ക് ട്രാക്കിംഗ് ID ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ടിരിക്കാം, ഓക്കെ എൻ്റെ ഡോക്യുമെന്റ് അവിടെ എത്തി എന്നുള്ളത്. ഓക്കെ, വൺസ് നിങ്ങളുടെ ഡോക്യുമെന്റ് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് 5 ഡേയ്സിന്റെ ആവശ്യമില്ല, ഒരു 3 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ CGFNSന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായി ഓൾറെഡി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അവിടെ എത്തിയെന്ന് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ പോർട്ടലിൽ നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ പോർട്ടലിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓരോ ഗ്രീൻ ടിക്ക്, യെല്ലോ ടിക്ക്, അണ്ടർ ഇവാലുവേഷൻ ഉള്ളത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകുമ്പോൾ ഗ്രീൻ ടിക്ക് അങ്ങനെ മാറും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് അവിടെ എത്തി എന്നിട്ടും അത് അണ്ടർ ഇവാലുവേഷനിൽ പോലും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയച്ച് അവരോട് എൻക്വയറി ചെയ്യാം, എന്താണ് ഇത് റിസീവ് ആയിട്ട് ഇത്ര ദിവസം ആയാലും എന്താണ് എന്നുള്ള രീതിയിൽ.
അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലും എനിക്ക് തോന്നുന്നു മാക്സിമം 5 ഡേയ്സിനുള്ള റെസ്പോണ്ട് ചെയ്യും. ഇൻ കേസ് അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് നമ്മൾ ഏത് കൺട്രിയിലാണോ ഫോൺ വിളിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്പേഴ്സ് അവൈലബിൾ ആണ്. സോ അവിടുന്ന് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഡോക്യുമെന്റ്സ് വിട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇത് എന്തെങ്കിലും ആയിക്കോളൂ എന്നുള്ള രീതി വിടാതെ നിങ്ങളത് കീപ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ടൈം ഫ്രെയിമിൽ നമുക്ക് നമ്മുടെ എൻ്റയർ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. സോ അതാണ് നമ്മുടെ CGFNS ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് നോട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഫസ്റ്റത്തെ വീഡിയോ പറയുന്നത് നമുക്ക് നോട്ടറിക്കാം എന്നുള്ളൊരു ആപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് നോട്ടറി സർവീസിൽ അല്ലാതെ പോയിട്ട് നോട്ടറൈസ് ചെയ്ത് നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കാം. നോട്ടറിക്കാമിൽ കുറച്ചുകൂടെ പേയ്മെന്റ് ആവുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കൺവീനിയന്റ് ആയ രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ റെഫറൻസ് പേപ്പേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കൗൺസിലിൽ ഒന്ന് പോകാൻ ആളില്ലെങ്കിൽ നിങ്ങൾ ഒരു ഇച്ചിരി പേയ്മെന്റ് കൊടുത്തിട്ടായാലും അതിന് വേണ്ടി ആൾക്കാർ ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ആരെങ്കിലും പോകാനൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏജന്റിനെ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആസ് സൂൺ ആസ് ഫില്ലപ്പ് ചെയ്ത് അതായത് പിന്നെ കൗൺസിലിലേക്ക് അയക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. CGFNSന്റെ എൻ്റയർ പ്രോസസ്സിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫാസ്റ്റ് യു സെൻഡ് ദ ഡോക്യുമെന്റ്. നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് സെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ CGFNSന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ CGFNSന്റെ കാര്യം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് കൗൺസിലാണ്. ന്യൂസിലാൻഡ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്നും ചെയ്യാനില്ല. CGFNS നമ്മുടെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ ചോദിക്കും. അതായത് ഞങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻ ന്യൂസിലാൻഡ് കൗൺസിലിന് കൈമാറുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ, ഒക്കെ നിങ്ങൾ എത്ര നിങ്ങളുടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിങ്ങളിത് ഫോർവേഡ് ചെയ്യുന്നതിന് ഹാപ്പിയാണോ എന്നുള്ള രീതിയിൽ. സോ ആ മെയിലിന് എനിക്ക് തോന്നുന്നു നമുക്ക് 10-15 എത്രയോ ദിവസം ഉണ്ട് നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ അത്രയും ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ നോക്കിയിരിക്കുകയായിരിക്കുമല്ലോ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടിയപാട് നിങ്ങൾ യെസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പെർമിഷൻ കൊടുക്കുക. സോ CGFNS ഓട്ടോമാറ്റിക്കലി യുവർ ഇൻഫർമേഷൻ വിൽ ബി ഗിവിംഗ് ടു ദി ന്യൂസിലാൻഡ് കൗൺസിൽ. അപ്പം ആ ഒരു തലവേദന നമ്മുടെ കുറഞ്ഞ് നമുക്ക് ഇനി ഫസ്റ്റ് അങ്ങനെ വൺസ് നമ്മുടെ CGFNS നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ന്യൂസിലാൻഡ് കൗൺസിലിന് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം കേസ് മാനേജറെ അലോക്കേറ്റ് ചെയ്യുകയാണ്. കേസ് മാനേജറെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ടൈമിലൊക്കെ എടുത്തിരുന്ന ഒരു 40-50 ഡേയ്സ് അവർ അതിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം റീസെൻ്റ്ലി വിത്തിൻ 1 to 2 വീക്ക് അത്ര പോലും എടുക്കുന്നില്ല. അതിന് മുമ്പ് അവർ നമ്മുടെ കേസ് മാനേജറെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. വൺസ് കേസ് മാനേജറെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ CGFNS നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അവർ നിങ്ങളോട് ഡോക്യുമെന്റ് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡോക്യുമെന്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് ആ ഡോക്യുമെന്റ് മാത്രം ദയവായി നിങ്ങൾ കൊടുക്കുക. കാരണം നമ്മുടെ ഒത്തിരി പേര് വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ CV-യിൽ കുറേ ഡോക്യുമെന്റ്സിന്റെ ഇത് കൊടുക്കും, അല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ അത് ലേറ്റർ അത് CGFNSന് കൊടുത്തിട്ടുണ്ടാകത്തില്ല. ഒരു പക്ഷേ ന്യൂസിലാൻഡ് അത് ചോദിക്കും. സോ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡോക്യുമെന്റ്സ് ആണോ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് കൊടുത്തിരിക്കുന്നത് ആ ഡോക്യുമെന്റ്സ് മാത്രം മിസ് ചെയ്യാതെ കൊടുക്കുക. അവർ ചോദിക്കുന്നത് എന്താണ് അത് മാത്രം കൊടുക്കുക. അല്ലെ കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും, അതുവഴി നിങ്ങളുടെ പ്രോസസ്സിംഗ് ഡിലേ ആവും. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിം CGFNSലെ പോലെ ന്യൂസിലാൻഡ് കൗൺസിലിൽ നമുക്കൊരു കാൻഡിഡേറ്റ് പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് റെഗുലർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്താണ് വരിക. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോലും മിസ്സാകാതെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അപ്ഡേറ്റ് ആവുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അവർ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ ന്യൂസിലാൻഡ് കൗൺസിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ക്രിമിനൽ ചെക്കാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്ത ഫിറ്റ് വർക്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ കേസിൽ അതാണ് വരുന്നത്. അപ്പം അടുത്ത ക്രിമിനൽ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 10 yearsലെ അഡ്രസ്സാണ് അവർ ചോദിക്കുന്നത്. 10 yearsലെ നമ്മുടെ ഹിസ്റ്ററിയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ഒന്നും മിസ്സാകാതെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വേണം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവരത് ക്യാൻസൽ ചെയ്യും. നിങ്ങളോട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ബെറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഗ്യാപ്പ് ഇല്ലാതെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ ഇൻഫർമേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പിന്നീട് അതൊരു ഇഷ്യൂ ആവത്തുമില്ല. സോ അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. ഇനി ഈ ക്രിമിനൽ ഹിസ്റ്ററി തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോഴായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അതിന് 1 year ഗ്യാപ്പാണ്, അതിന് മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുത്താൽ മതി. അവരെന്ത് ചോദിച്ചാലും അവർക്ക് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആ 1 year നിങ്ങൾ മെറ്റേണിറ്റി ലീവിലായിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഞാൻ ഈ ഗ്യാപ്പ് എന്തിനാണെന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ വോളണ്ടറി സർവീസ് ആയിട്ട് ചില നഴ്സസ് ഒക്കെ കാണാൻ നമ്മുടെ
ഇപ്പം കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം അവർ രജിസ്ട്രേഷൻ കിട്ടുന്നതോടെ വരെ വരെയുള്ള ടൈം എങ്ങനെയാലും വാലിഡ് അല്ല. രജിസ്ട്രേഷന് ശേഷമുള്ള ടൈമേ വാലിഡ് ഉള്ളൂ. സോ അതിനുശേഷം ആയാൽ പോലും ഇൻ സം കേസസ് ചിലരൊക്കെ വോളണ്ടറി സർവീസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ആ ഒരു വർഷം മിസ്സാകാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഇയർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോകുക കേട്ടോ. അല്ലെങ്കിൽ ലേറ്റർ അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിഷ്യൽ സ്റ്റേജ് ഇറ്റ്സെൽഫ് അതൊക്കെ ശ്രദ്ധിച്ചു പോകുക. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് ക്യാൻസൽ ആയി അല്ലെങ്കിൽ റീ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്തു അങ്ങനെ ഒരു ടൈം നമുക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഈ ന്യൂസിലാൻഡ് കൗൺസിൽ നമ്മൾ APC കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ 450 അവേഴ്സ് നമ്മൾ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്റർനാഷണലി ആണ് വർക്ക് ചെയ്തത്, ന്യൂസിലാൻഡിലല്ല എന്ന് കൊടുക്കുമ്പോൾ നമ്മളോട് ഗുഡ് സ്റ്റാൻഡിംഗ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഗുഡ് സ്റ്റാൻഡിംഗ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷമാണ് ഗുഡ് സ്റ്റാൻഡിംഗ് ചോദിക്കുന്നതെങ്കിൽ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു പരിധി വരെ. പക്ഷേ എന്നിരുന്നാൽ പോലും അഫ്രയിൽ ചിലപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ചോദിക്കാറുണ്ട്. നമ്മൾ ന്യൂസിലാൻഡിൽ ചോദിച്ച ഡോക്യുമെന്റ് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അഫ്രയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് അഫ്രയിലായാലും ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാം. ചിലപ്പോൾ അത് അഫ്രയിൽ ചോദിച്ചില്ല എന്ന് വരിക്കാം. സോ അതിനെക്കുറിച്ച് അത്ര വറി ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ന്യൂസിലാൻഡ് കൗൺസിൽ ചോദിക്കുമ്പോൾ തന്നെ NMC എന്നൊക്കെ ആണെങ്കിൽ ഈസിയാണ്, നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ആവുന്നുള്ളൂ. സോ വേണമെങ്കിൽ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അങ്ങനെ നമ്മുടെ ന്യൂസിലാൻഡ് കൗൺസിലിന് അപ്ലോഡ് ചെയ്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രിമിനൽ ചെക്ക് കഴിഞ്ഞു, ഗുഡ് സ്റ്റാൻഡിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്രയിലേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ആസ് സൂൺ ആസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കിട്ടിയ പാടെ നിങ്ങൾ അഫ്രയിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് നല്ല ഇപ്പോഴും ഫോം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫോമിൽ പ്രിന്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഇൻഫർമേഷൻസ് അയച്ചു കൊടുക്കാം. ഈസി ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനാണ്. ഓൺലൈനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ക്വൈറ്റ് ഈസി. ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും അഫ്രയിൽ നിന്ന്. വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ അഫ്രയ്ക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ മാക്സിമം ഓഫ് 10 days ഞാൻ പറയാം, അതിന് മുമ്പ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ പിൻ നമ്പറുള്ള നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവർ ഇമെയിൽ അയച്ചു തരും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഫ്രയുടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ എൻറ്റയർ പ്രോസസ്സിങ്. നമ്മുടെ UK അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ രജിസ്ട്രേഷൻ, യൂറോപ്യൻ കൺട്രികളിലെ രജിസ്ട്രേഷൻ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് CGFNS, ന്യൂസിലാൻഡ് കൗൺസിൽ, APHRA, ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ 6 months തന്നെ മാക്സിമം കംപ്ലീറ്റ് ആകും. പക്ഷേ എപ്പോഴും ചിന്തിക്കുക ഇതൊക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ പ്രോസസ്സിങ് എത്ര ഫാസ്റ്റ് ആയിട്ട് പോകുക എന്നുള്ളത്. അതുപോലെ നമ്മൾ ഇമെയിൽ റെഗുലറായിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യുക, നമ്മുടെ പോർട്ടൽ ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഈ പറയുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരമാണെന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.